തീർച്ചയായും ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ കൂടിയാണ് ബജറ്റിനെ കാണുന്നത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നെൽകാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി അടക്കം എടുത്തു പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ പാടശേഖരത്തൊക്കെ തിരുവാർപ്പിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ തീർച്ചയായും അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നെല്ലിന് 35 രൂപയാക്കുമെന്നും റിവോൾവിംഗ് ഫണ്ട് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് അതാണ്. നെല്ലിൻ്റെ പണം കിട്ടിയിട്ടില്ല, ഇപ്പോഴും മാർച്ച് 18-ന് ശേഷം പണം കിട്ടിയിട്ടില്ല. അപ്പോൾ റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഉടനെ പണം കിട്ടുന്ന സംവിധാനം ഉണ്ടാകും. അതും രണ്ടും അവർ അംഗീകരിക്കുമെന്നും ഞങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി ഒരു പഠനം നടത്തി ഞങ്ങളെ കൂട്ടിച്ചേർത്ത് നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കണക്ക് ഏകദേശം ഒരു 10,000-2,500 കോടി രൂപ ഒറ്റത്തവണ റിവോൾവിംഗ് ഫണ്ടാക്കി ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് റെഗുലറായിട്ട്, കാരണം ഇനി ഓരോ വർഷത്തെയും കണക്ക് കറക്റ്റായിട്ട് കൊടുക്കുന്നതനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള പണവും വരും. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിയല്ല, മുഴുവൻ പ്രശ്നങ്ങളും പണവുമായിട്ട് ബന്ധപ്പെട്ട നെൽകർഷകരുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലുതായിട്ട് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ് അനധികൃത കിഴിവ് സമ്പ്രദായം. ആ ഒരു കാരണം കൊണ്ട് തന്നെ അടുത്ത വർഷം കൃഷി ഉപേക്ഷിക്കുക എന്നുള്ള ഒരു രീതിയിൽ തന്നെ കർഷകർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. കാരണം ഈ 10, 12, 15 കിലോ ഒന്നും കിഴിവ് കൊടുത്ത് ഒന്നും കർഷകന് നേടാൻ പറ്റത്തില്ല. 1 കിലോ പോലും കിഴിവ് കൊടുത്തു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന ലാഭം ചിലപ്പോൾ അതായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ മുടക്കുമുതൽ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന്. അപ്പോൾ അതില്ലാതാവുന്ന ഒരു സംവിധാനം ഉണ്ടാകരുത്. ഈ അനധികൃത കിഴിവ് സമ്പ്രദായത്തിനെതിരെ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഒരു നടപടി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കാർഷിക നയരൂപീകരണ സമിതികളിൽ യഥാർത്ഥ കർഷകനെ ഉൾപ്പെടുത്തുക എന്നുള്ളത്. അതൊരു സ്ഥലത്തും ഇല്ല. ശരിക്കും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അണ്ടറിലുള്ള കർഷകൻ എന്ന് പേരുള്ള ഒരാളാണ് കാർഷിക നയരൂപീകരണ സമിതികളിൽ ഇരിക്കുന്നത്. അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് മുന്നിൽ ഇതൊന്നും എത്തുന്നില്ല. അപ്പോൾ അതിനുള്ള ഇത് മാറിയിട്ട് കാർഷിക നയരൂപീകരണ സമിതികളിൽ കർഷകൻ്റെ പ്രാതിനിധ്യം ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഇതുണ്ട്, ഷട്ടർ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതിനുള്ള കമ്മിറ്റിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ എടുത്ത കമ്മിറ്റിയാണ്. മരിച്ചവർ പോലും അതിലുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും സംയോജിതമായിട്ട് അത് പുനഃസംഘടിപ്പിക്കണം. അത് ഇപ്പോൾ ഉള്ളവരെ യഥാർത്ഥ നെൽകർഷകരെ ഉൾപ്പെടുത്തി അത് എങ്കിലേ കർഷകൻ ഇതിപ്പോൾ ഏത് സമയത്ത് തുറക്കണം. ഈ ഓരുവെള്ളം കയറി ഒരുപാട് പ്രശ്നങ്ങൾ ആലപ്പുഴ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് തന്നെയല്ല, അതിൻ്റെ ബാക്കിയുള്ള കമ്മിറ്റികളിലൂടെ യഥാർത്ഥ കർഷകൻ ഇതിൻ്റെ പ്രശ്നങ്ങൾ കൈനേരി പോലുള്ള ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഓരുവെള്ളം കയറി പ്രശ്നങ്ങൾ. അപ്പോൾ അതിനൊക്കെ പരിഹാരം ഉണ്ടാകണമെങ്കിൽ എല്ലാത്തിനും കർഷകൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ കാർഷിക നയരൂപീകരണ സമിതികളിൽ യഥാർത്ഥ നെൽകർഷകനുണ്ടാവണം. അതിനുള്ള ഒരു ശ്രമം ഈ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിക്കുകയാണ്.